ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ രസകരമായ എന്നാൽ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന ഭഗവാന്റെ ഒരു ലീലയാണ് ഇന്നിവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ വരികളിലും ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വൃന്ദാവനത്തിൽ ഗോപന്മാർ ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഒരു യാഗത്തിന് ഒരുക്കം കൂട്ടുന്നതായി കൃഷ്ണനും ബലരാമനും കണ്ടു. എന്തിനാണ് ഇങ്ങനെ ഒരു യാഗം നടത്തുന്നത് എന്ന് കൃഷ്ണൻ പിതാവായ നന്ദഗോപരോട് ചോദിച്ചു. പ്രിയപ്പെട്ട പിതാവേ, എന്താണ് ഇവിടെയൊരു യാഗത്തിനുള്ള ഒരുക്കങ്ങൾ കാണുന്നത്? ഇത്തരം യാഗങ്ങൾ കൊണ്ട് എന്തു ഫലം? ആരെ ഉദ്ദേശിച്ചാണ് ഈ യാഗം നടത്തുന്നത്? എങ്ങനെയാണ് ഇത് നടത്തുന്നത്? ദയവായി പറഞ്ഞു തരുമോ? ഇതിൻ്റെ നടപടിക്രമങ്ങൾ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതിനാൽ എന്തിനാണ് ഈ യാഗമെന്ന് ദയവായി പറഞ്ഞു തരാമോ? ഈ വക അന്വേഷണങ്ങൾ കേട്ട് നന്ദമഹാരാജാവ് മൗനിയായി. യാഗകർമ്മത്തിൻ്റെ നൂലാമാലകളൊന്നും ഈ കൊച്ചുകുട്ടിക്ക് മനസ്സിലാകില്ല എന്ന് നന്ദമഹാരാജാവ് കരുതി. പക്ഷേ കൃഷ്ണൻ നിർബന്ധം തുടർന്നു. കൃഷ്ണൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നന്ദമഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഒരു ചടങ്ങാണിത്. സ്വർലോക അധിപതിയായ ഇന്ദ്രൻ്റെ കാരുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നത്. മേഘങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളാണ്. നമ്മുടെ ജീവിതത്തിന് ജലം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് മഴയെ നിയന്ത്രിക്കുന്ന ഇന്ദ്രനോട് നാം നന്ദി കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഈ യാഗം. കൃഷി വിജയകരമാക്കുന്നതിന് ആവശ്യം വേണ്ട മഴ പെയ്യിക്കുന്നത് അദ്ദേഹമാണ്. ജലം വളരെ പ്രധാനമാണ്. അതില്ലാതെ കൃഷി ചെയ്യാനോ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ ആവില്ല. മഴയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ പാരമ്പര്യമായുള്ള ഈ അനുഷ്ഠാനം നാം ഉപേക്ഷിക്കാൻ പാടില്ല. ധർമ്മ അനുഷ്ഠാനങ്ങൾക്കും സാമ്പത്തിക വികസനത്തിനും ജലം കൂടിയേ തീരൂ. ഇതുകേട്ട് പിതാവിൻ്റെയും വൃന്ദാവനത്തിലെ ഗോപന്മാരുടെയും സാന്നിധ്യത്തിൽ സ്വർഗാധിപതിയായ ഇന്ദ്രനെ കോപിപ്പിക്കുമാറ് പരമ്പൊരുളായ കൃഷ്ണൻ സംസാരിച്ചു തുടങ്ങി. യാഗം വേണ്ടെന്ന് വെക്കണമെന്നാണ് കൃഷ്ണൻ്റെ നിർദ്ദേശം. 2 കാരണങ്ങളാണ് കൃഷ്ണൻ യാഗം നിരുത്സാഹപ്പെടുത്താനായി പറയുന്നത്. ഒന്നാമത്, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ പൂജിക്കേണ്ട കാര്യമില്ല. ദേവപൂജ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം താൽക്കാലികങ്ങളാണ്. അല്പബുദ്ധികൾ മാത്രമേ നശ്വരമായ നേട്ടങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയുള്ളൂ. രണ്ടാമത്തേതായി, ദേവപൂജയിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക ലാഭം വാസ്തവത്തിൽ പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ദേവന്മാർ തരുന്നുള്ളൂ. മയൈവ വിഹിതാൻ ഹിതാൻ എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ദേവന്മാരിൽ നിന്നും കിട്ടുമെന്ന് കരുതപ്പെടുന്ന നേട്ടങ്ങൾ മുഴുവൻ പരമ്പൊരുളായ ഭഗവാൻ ദാനം ചെയ്തതാണ്. പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദമില്ലാതെ ആർക്കും മറ്റൊരാളിന് ദാനം ചെയ്യാനാവില്ല. എന്നാൽ ദേവന്മാർ പലപ്പോഴും ഭൗതിക പ്രകൃതിയുടെ സ്വാധീനതയിൽപ്പെട്ട് അഹങ്കാരികളാകാറുണ്ട്. തങ്ങൾ എല്ലാത്തിനും ഉപരിയാണെന്ന് കരുതി അവർ
പരമ്പൊരുളായ ഭഗവാന്റെ അധീശത്വം മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ കാര്യത്തിൽ ഇന്ദ്രനെ പ്രകോപിപ്പിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുമുണ്ട്. ഭക്തസംരക്ഷണത്തിനും അസുര നിഗ്രഹത്തിനും വേണ്ടിയാണ് ശ്രീകൃഷ്ണന്റെ ആഗമനം. ഇന്ദ്രൻ തീർച്ചയായും ഭക്തനായിരുന്നു, അസുരനായിരുന്നില്ല. എന്നാൽ ഗർവിഷ്ഠനായതിനാൽ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിക്കുന്നു. വൃന്ദാവനത്തിലെ ഗോപന്മാരൊരുക്കിയ ഇന്ദ്രപൂജ മുടക്കി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം. ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മമീ മാംസദർശനത്തെ പിന്താങ്ങുന്ന നാസ്തികനെ പോലെ കൃഷ്ണൻ സംസാരിക്കുവാൻ തുടങ്ങി. ഇത്തരം തത്വശാസ്ത്രത്തിനു വേണ്ടി വാദിക്കുന്നവർ പരമ്പൊരുളായ ഭഗവാന്റെ അധീശത്വം അംഗീകരിക്കുന്നില്ല. ശരിക്കും പണിയെടുത്താൽ ഫലം സിദ്ധിച്ചേ പറ്റൂ എന്നാണവർ മുമ്പോട്ട് വെക്കുന്ന വാദഗതി. ഫലാനുരൂപമായ കർമ്മങ്ങൾക്കുചിതമായ ഫലം നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തെ പൂജിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് അവരുടെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നില്ലെങ്കിൽ നല്ല ഫലം നൽകാൻ ഭഗവാന് കഴിയുകയില്ല. ദേവനെയോ ദൈവത്തെയോ ആരാധിക്കുന്നതിനു പകരം സ്വന്തം ധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടതെന്ന് ഇക്കൂട്ടർ പറയുന്നു. അതിന് ഫലം സിദ്ധിച്ചേ തീരൂ. കർമ്മമീ മാംസാദർശനത്തിൻ്റെ ഈ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണൻ പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട പിതാവേ, കാർഷിക പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ അങ്ങ് ഒരു ദേവനെയും ആരാധിക്കേണ്ടതായിട്ടില്ല. ഗതകാല കർമ്മങ്ങളുടെ ഫലമനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ജീവിതം. വർത്തമാനകാലത്തിൽ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം നാമെല്ലാം ഇവിടം വിട്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങൾക്കനുസൃതമായി ഓരോരുത്തരും വിഭിന്ന ജീവിവർഗത്തിൽ ജന്മമെടുക്കുന്നു. ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച് അടുത്ത ജന്മം ഉണ്ടാകും. ഭൗതികമായ സുഖദുഃഖങ്ങൾ വിവിധ വിധാനങ്ങളിലുള്ള ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ അവസ്ഥാന്തരങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണം വർത്തമാന ജീവിതത്തിലെയോ ഭൂതകാല ജീവിതത്തിലെയോ പലവിധ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളാണ്. പക്ഷേ നന്ദമഹാരാജാവ് ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. നന്ദമഹാരാജാവും മറ്റു മുതിർന്ന ആളുകളും വാദിച്ചു, ഇതാണ് നേര്. ഉദാഹരണത്തിന്, ചിലപ്പോൾ ഒന്നാന്തരം പിശുഗരൻ്റെ ഒന്നാന്തരം ചികിത്സയുണ്ടായിട്ടും രോഗി മരിച്ചു പോകുന്നതായി നാം കാണാറുണ്ട്. അതുകൊണ്ട് അധിഷ്ഠാന ദേവതയെ തൃപ്തിപ്പെടുത്താതെ കേവലം ഭൗതിക കർമ്മങ്ങളിൽ നിന്നു മാത്രമായി ഒരു നന്മയും ആർക്കും ലഭിക്കുകയില്ല എന്ന് നന്ദമഹാരാജാവും മറ്റ് മുതിർന്ന ആളുകളും വാദിച്ചു. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ സുഖത്തിനാധാരം മാതാപിതാക്കളുടെ സംരക്ഷണം മാത്രമല്ല. മാതാപിതാക്കളുടെ എല്ലാവിധ സംരക്ഷണം ഉണ്ടായിട്ടും കുട്ടിയുടെ അവസ്ഥ മോശമാവുകയോ ക്രമേണ മരണപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. അതിനാൽ ഫലസിദ്ധിക്ക് ഭൗതിക കാരണങ്ങൾ മാത്രം പോരാ, പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദവും കൂടി വേണം. അതുകൊണ്ട് മഴയുടെ അടിസ്ഥാന ദേവതയായ ദേവേന്ദ്രനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ കാർഷിക വൃത്തിയിൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് നന്ദമഹാരാജാവ് വാദിച്ചു. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ഇന്ദ്രൻ എന്ന ദേവനെ പൂജിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സ്വന്തം പ്രയത്നത്തിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടിയേ തീരൂ. ജോലിയുടെ സ്വാഭാവിക പ്രവണതയാണ് അത്. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, അതായത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷത്തിൽ നീങ്ങുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം ഈ ത്രിഗുണങ്ങളാണ്. രജോ ഗുണമാണ് മേഘങ്ങളുടെ സൃഷ്ടിക്ക് നിദാനം. അപ്പോൾ രജോ ഗുണമാണ് മഴ പെയ്യാൻ കാരണമായി ഭവിക്കുന്നത്.
മഴയ്ക്കു ശേഷം കൃഷിയുടെ നേട്ടം ജീവാത്മാക്കൾക്ക് ലഭിക്കുന്നു. അപ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ ഇന്ദ്രന് എന്താണ് പങ്ക്? ഇന്ദ്രനെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ അയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും? ഇന്ദ്രനിൽ നിന്നും വിശേഷവിധിയായി ഒരു നേട്ടവും നമുക്കുണ്ടാകുന്നില്ല. ഇന്ദ്രൻ എന്നൊരാളുണ്ടെങ്കിൽ തന്നെ അയാൾ വെള്ളം തീരെ ആവശ്യമില്ലാത്ത സമുദ്രത്തിലും മഴ പെയ്യിക്കുന്നുണ്ട്. അതിന് നാം അയാളെ എന്തിന് ആരാധിക്കണം? മറ്റൊരു ഗ്രാമത്തിലോ നഗരത്തിലോ പോകേണ്ട ആവശ്യം നമുക്കില്ല. നഗരത്തിൽ കൊട്ടാര സദൃശ്യമായ സൗധങ്ങളുണ്ട്. എന്നാൽ നാം ഈ വൃന്ദാവനം കൊണ്ട് തൃപ്തരാണ്. ഗോവർദ്ധനഗിരിയോടും വൃന്ദാവനത്തോടും മാത്രമാണ് നമുക്ക് ബന്ധമുള്ളത്. കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനാൽ ഈ സ്ഥലത്തെ ബ്രാഹ്മണരെയും ഗോവർദ്ധന പർവ്വതത്തെയും സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു യാഗം നടത്തണമെന്നാണ് എനിക്ക് പിതാവിനോട് ആവശ്യപ്പെടാനുള്ളത്. ഇതുകേട്ട് നന്ദമഹാരാജാവ് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടി, നീ ആവശ്യപ്പെട്ടതുപോലെ സ്ഥലത്തെ ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും വേണ്ടി ഞാൻ മറ്റൊരു യാഗം നടത്താം. തൽക്കാലം ഞാൻ ഇന്ദ്രയജ്ഞം എന്ന യാഗം നടത്തട്ടെ. ഇത് കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ആ യാഗം ഒട്ടും വൈകാൻ പാടില്ല. ഗോവർദ്ധന പർവ്വതത്തിനും സ്ഥലത്തെ ബ്രാഹ്മണർക്കും വേണ്ടി നടത്താൻ അങ്ങ് ഉദ്ദേശിക്കുന്ന യാഗത്തിന് വളരെ സമയമെടുക്കും. അതിനാൽ ഇപ്പോൾ ഇന്ദ്രയജ്ഞത്തിനായി ഒരുക്കിയിരിക്കുന്ന ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഗോവർദ്ധന പർവ്വതത്തിനും ബ്രാഹ്മണർക്കും വേണ്ടിയുള്ള യാഗം നടത്തുന്നതാണ് നല്ലത്. ഒടുവിൽ നന്ദമഹാരാജാവിൻ്റെ മനസ്സലിഞ്ഞു. യജ്ഞം ഏത് രീതിയിലാണ് വേണ്ടതെന്ന് ഗോപന്മാർ കൃഷ്ണനോട് ആരാഞ്ഞു. കൃഷ്ണൻ്റെ നിർദ്ദേശം ഇപ്രകാരമായിരുന്നു: യജ്ഞത്തിന് സംഭരിച്ചിരിക്കുന്ന അരിയും നെയ്യും ഉപയോഗിച്ച് സ്വാദിഷ്ടമായ വിവിധ ഭോജ്യങ്ങൾ തയ്യാറാക്കണം. ചോറ്, പരിപ്പ്, ഹൽവ, പക്കോര, പൂരി, പാൽപ്പായസം, കൊഴുക്കട്ട, രസഗുള, ലഡ്ഡു എന്നിവ നിർബന്ധമായും ഉണ്ടാകണം. വേദസൂക്തങ്ങൾ ചൊല്ലാനും ഹവിസർപ്പിക്കാനും അറിയാവുന്ന ബ്രാഹ്മണരെ മുഴുവൻ ക്ഷണിക്കണം. ധാരാളം ധാന്യം അവർക്ക് ദാനം നൽകണം. തുടർന്ന് പശുക്കളെ മുഴുവൻ ആടയാഭരണങ്ങൾ അണിയിച്ച് അവയ്ക്ക് മതി വരുമാറ് ഭക്ഷണം കൊടുക്കണം. അതിനുശേഷം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. അസ്പർശരെന്ന് കരുതപ്പെടുന്ന പഞ്ചമന്മാർക്കും, അതായത് ചണ്ടാളന്മാർക്കും പ്രസാദം വാരിക്കോരി കൊടുക്കണം. തുടർന്ന് പശുക്കൾക്ക് ധാരാളമായി പുല്ല് നൽകിയ ശേഷം ഒട്ടും വൈകാതെ ഗോവർദ്ധന പൂജ എന്ന ഈ യജ്ഞം ആരംഭിക്കാം. ഈ പ്രസ്താവനയിൽ വൈശ്യ സമുദായത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭഗവാൻ വിവരിക്കുന്നുണ്ട്. മനുഷ്യ സമുദായത്തിലും അതുപോലെ തന്നെ ഗോക്കൾ, നായ്ക്കൾ, ആട് തുടങ്ങിയ ജീവവർഗങ്ങളിലും ഓരോ വ്യക്തിക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. എല്ലാ സമൂഹത്തിൻ്റെയും മൊത്തം നന്മയ്ക്കായി ഓരോരുത്തരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുകയും വേണം. അന്നത്തെ കാലത്ത് അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത നായ്ക്കളെയും പൂച്ചകളെയും പോലും അവഗണിക്കാൻ പാടില്ല എന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നു. പശുക്കളുടെ സംരക്ഷണത്തിനാണ് അക്കാലത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. പട്ടി, പൂച്ച തുടങ്ങിയ ജീവികളെ സംരക്ഷിക്കുന്നതിന് അക്കാലത്ത് കുറഞ്ഞ പ്രാധാന്യമായിരുന്നു നൽകിയിരുന്നത്. ചണ്ടാളർ അഥവാ അസ്പൃശ്യർ എന്ന വിഭാഗത്തെ ഉയർന്ന വർഗം അവഗണിച്ചുകൂടാ എന്നുള്ള സൂചനയും ഈ പ്രസ്താവനയിൽ ഉണ്ട്. എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ ചിലർക്കുള്ള ബന്ധം പ്രത്യക്ഷമാണ്, മറ്റു ചിലരുടെ ബന്ധം പരോക്ഷവും. എന്നിരുന്നാലും കൃഷ്ണ അവബോധമുള്ളിടത്ത് എല്ലാവരുടെയും മൊത്തം നന്മ എപ്പോഴും സംരക്ഷിക്കപ്പെടും. കൃഷ്ണ അവബോധ പ്രസ്ഥാനത്തിൽ ഇന്നും ഗോവർദ്ധന പൂജ എന്നൊരു യജ്ഞം നടത്താറുണ്ട്. കൃഷ്ണൻ ആരാധ്യനാകിയാൽ അദ്ദേഹത്തിൻ്റെ ഭൂമിയായ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും ആരാധ്യം തന്നെയെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഇന്നും വൃന്ദാവനത്തിൽ ഗോവർദ്ധന പൂജ തുടർന്നു പോരുന്നു. ഇന്നിത് അന്നകൂടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
വൃന്ദാവനത്തിനു പുറത്തുള്ള ക്ഷേത്രങ്ങളിലുമെല്ലാം സമൃദ്ധമായ അളവിൽ ഭോജ്യങ്ങൾ തയ്യാറാക്കി ബഹുജനങ്ങൾക്ക് ആർഭാടത്തോടെ വാരിക്കോരി വിളമ്പുന്ന ചടങ്ങാണ് ഇതിൽ മുഖ്യം. ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ജനക്കൂട്ടത്തിലേക്ക് വാരി എറിയുന്ന പതിവുമുണ്ട്. തറയിൽ നിന്ന് അവ വാരിയെടുത്ത് തിന്നുന്നതിൽ ജനങ്ങൾ ആഹ്ലാദം കൊള്ളാറുമുണ്ട്. കൃഷ്ണന് നിവേദിച്ച പ്രസാദം തറയിലെറിഞ്ഞാൽ പോലും ഒരിക്കലും മലിനമാവുകയില്ല എന്നാണ് നാം അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെ ആളുകൾ അവ തറയിൽ നിന്നും വാരിയെടുത്ത് ആവേശത്തോടെ ഭക്ഷിക്കുന്നതും കാണാം. ഇപ്രകാരം പരമ്പൊരുളായ ഭഗവാൻ ഇന്ദ്രയജ്ഞം അവസാനിപ്പിച്ച് ഗോവർദ്ധന പൂജ ആരംഭിക്കാൻ ഗോപന്മാരെ ഉപദേശിച്ചു. ഇതിന് കാരണം എന്താണ്? ഭഗവാൻ ഓരോ കാര്യം ചെയ്യുന്നതിനും പുറകിൽ മറ്റൊരു വലിയ കാര്യം കാണും. അഹങ്കാരിയായ സ്വർലോകാധിപതിയായ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. സത്യസന്ധരും ശുദ്ധന്മാരുമായ ഗോപന്മാർ നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയും കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു. അവർ ഗോവർദ്ധന പൂജ നടത്തി, പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. ഇന്നും വൃന്ദാവനവാസികൾ വേഷഭൂഷാദികൾ അണിഞ്ഞ് പശുക്കളെയും കൊണ്ട് ഗോവർദ്ധനത്തിന് പ്രദക്ഷിണം ചെയ്യാനും പർവ്വതത്തെ ആരാധിക്കാനുമായി ഗോവർദ്ധനത്തിൻ്റെ അടുത്ത് ഒത്തുകൂടാറുണ്ട്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദമഹാരാജാവും ഗോപന്മാരും പണ്ഡിതന്മാരായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി വേദസൂക്തങ്ങൾ ഉരുവിട്ട് പ്രസാദം നിവേദിച്ച് ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കാൻ തുടങ്ങി. വൃന്ദാവനവാസികൾ ഒത്തുചേർന്ന് പശുക്കളെ അലങ്കരിച്ച് പുല്ലു കൊടുത്ത് അവയെ മുന്നിൽ നിർത്തി അവർ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. ഇപ്രകാരം ഗോവർദ്ധന പൂജായജ്ഞം നടത്തി വൃന്ദാവനവാസികൾ മുഴുവൻ വസുദേവപുത്രനായ കൃഷ്ണന്റെ നിർദ്ദേശം പാലിച്ചു. തുടർന്ന് അവർ തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഇന്ദ്രയജ്ഞം മുടക്കിയത് കൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവേന്ദ്രൻ ക്രുദ്ധനായി. വൃന്ദാവനവാസികൾ മുഴുവൻ കൃഷ്ണന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണെന്ന് ദേവേന്ദ്രൻ അറിയാം. എന്നിട്ടും തൻ്റെ രോഷം മുഴുവൻ നന്ദൻ തുടങ്ങിയ ഗോപന്മാരുടെ നേർക്കാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. മേഘങ്ങളുടെ അധിപനാണ് ദേവേന്ദ്രൻ. ഉടൻ തന്നെ അദ്ദേഹം സാംവർത്തക എന്ന മേഘത്തെ വിളിച്ചു വരുത്തി. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ പ്രളയത്തിലാക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ സാംവർത്തകത്തെയാണ് സാധാരണയായി വിളിക്കുന്നത്. വൃന്ദാവനം മുഴുവൻ പ്രളയജലത്തിലാഴ്ത്താൻ ദേവേന്ദ്രൻ സാമർത്ഥകത്തോട് ആജ്ഞാപിച്ചു. ഇന്ദ്രൻ്റെ കൽപ്പന അനുസരിച്ച് അപകടകാരികളായ മേഘങ്ങൾ ആകാശത്തു നിരന്നു. തകർപ്പൻ മഴയും തുടങ്ങി. മേഘങ്ങൾ അവരുടെ ശക്തി മുഴുവൻ പുറത്തെടുത്തു. അതിഭയങ്കരമായ കൊടുങ്കാറ്റും സഹായത്തിനെത്തി. ഘോരമായ ഇടിമുഴക്കം, നടുക്കുന്ന ഇടിമിന്നൽ. തൂണ് വണ്ണത്തിലാണ് മേഘങ്ങളിൽ നിന്നും ജലധാര. ഒരു നിമിഷം പോലും നിർത്താതെയാണ് മഴ പെയ്യുന്നത്. ക്രമേണ വൃന്ദാവനം മുഴുവൻ ജലത്തിലാണ്ടു. കുന്നും കുഴിയും തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിയിലായി. തികച്ചും അപകടകരമായ നില, വിശേഷിച്ചും മൃഗങ്ങൾക്ക്. കോരിച്ചൊരിയുന്ന മഴയോടൊപ്പം വീശിയടിക്കുന്ന ഉഗ്രൻ കൊടുങ്കാറ്റും. വൃന്ദാവനത്തിലെ ജീവികൾ മുഴുവൻ തണുത്തു വിറച്ചു. അവയവങ്ങൾ കോച്ചി വലിച്ചു. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും കാണാതെ ഗോവിന്ദൻ്റെ തൃപ്പാദങ്ങളിൽ അവർ അഭയം തേടി. പശുക്കുട്ടികളെ അകിട്ടടിയിലാക്കി മഴയിൽ നിന്നും രക്ഷിക്കാനുള്ള വിഫല ശ്രമവുമായി പശുക്കളും ഭഗവാന്റെ മുമ്പിലെത്തി. വൃന്ദാവനവാസികൾ ഒന്നടങ്കം ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട കൃഷ്ണ, അവിടുന്ന് സർവശക്തനാണ്, ഭക്തവത്സലനാണ്. ഇന്ദ്രൻ്റെ ശല്യത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. പതിവ് യാഗം നടത്തി ബഹുമാനിക്കാത്തതിനാലാണ് ഇന്ദ്രൻ പക പോക്കുന്നതെന്ന് കൃഷ്ണന് മനസ്സിലായി. അക്കാലത്തിലുള്ള ഈ പേമാരിയും കൊടുങ്കാറ്റും ആ പകയുടെ ഫലമാണ്. മനഃപൂർവമായി ഇന്ദ്രൻ പ്രകടിപ്പിക്കുന്ന രോഷമാണിത്. അതിനാൽ കൃഷ്ണൻ തീരുമാനിച്ചു, സർവേശ്വരനെന്ന് സ്വയം ഭാവിക്കുന്ന ഈ ദേവൻ
വമ്പ് കാണിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നിലയ്ക്കൊത്ത മറുപടി കൊടുക്കണം. പ്രപഞ്ചകാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഇന്ദ്രന് സർവ അധികാരമില്ലെന്ന് പഠിപ്പിച്ച് കൊടുക്കണം. അധികാരശക്തി അയാളെ ദുരഹങ്കാരിയായി മാറ്റിയിരിക്കുന്നു. ഈ അഹങ്കാരം തീർത്തേ മതിയാകൂ. ദേവന്മാരൊക്കെ എൻ്റെ ഭക്തന്മാരാണ്. എൻ്റെ അധീശത്വം മറന്ന് അവർക്ക് പ്രവർത്തിക്കാനാകില്ല. എങ്ങനെയോ ഭൗതിക ശക്തി മൂലം ഇന്ദ്രൻ അഹങ്കാരിയായി തീർന്നിരിക്കുന്നു. അധികാരം അയാളെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു. ഈ ദുരഭിമാനത്തിൽ നിന്നും അയാളെ രക്ഷിക്കണം. എൻ്റെ സംരക്ഷണത്തിലും ഇപ്പോൾ എൻ്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിക്കുന്നവരുമായ വൃന്ദാവനത്തിലെ എൻ്റെ നിർമ്മല ഭക്തരെ രക്ഷിച്ചിട്ടാവാം മറ്റു കാര്യങ്ങൾ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഒരു കൈകൊണ്ട് പൊക്കിയെടുത്തു. ഒരു കൊച്ചുകുട്ടി തറയിൽ നിന്ന് ഒരു കൂൺ പറിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ അദ്ദേഹം ഗോവർദ്ധനോദ്ധാരണം എന്ന അതീന്ദ്രിയമായ ലീല പ്രദർശിപ്പിച്ചു. തുടർന്ന് ഭക്തരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട വൃന്ദാവനവാസികളെ, ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഗോവർദ്ധനഗിരി എന്ന ഈ കുടക്കീഴിൽ നിങ്ങൾ സുരക്ഷിതരാണ്. വന്നുകൊള്ളുവിൻ. ഈ പർവ്വതം എൻ്റെ കയ്യിൽ നിന്നും താഴെ വീഴുമെന്ന് പേടിക്കണ്ട. കാറ്റും കനത്ത മഴയും നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ബൃഹത്തായ കുട പോലെ നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഈ പർവ്വതം ഞാൻ എൻ്റെ ചെറുവിരലാൽ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. തൽക്കാലത്തെ വിഷമത്തിൽ നിന്നുള്ള ആശ്വാസത്തിന് ഇത് ധാരാളം. ഈ ബൃഹത്തായ കുടക്കീഴിൽ മൃഗങ്ങളുമായി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക. ഇങ്ങനെ ശ്രീകൃഷ്ണൻ പറഞ്ഞതോടെ വൃന്ദാവനവാസികൾ മുഴുവൻ സമസ്ത വസ്തുവകകളുമെടുത്ത് സസുഖം ഗോവർദ്ധന പർവ്വതമെന്ന കുടക്കീഴിൽ പ്രവേശിച്ചു. വിശപ്പ്, ദാഹം തുടങ്ങിയ ഒന്നിൻ്റെയും അല്ലലില്ലാതെ 7 ദിനരാത്രങ്ങൾ മുഴുവൻ വൃന്ദാവനവാസികൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. ഇടതു കൈയിലെ ചെറുവിരൽ കൊണ്ട് ആ വലിയ പർവ്വതത്തെ കൃഷ്ണൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അവർ അത്ഭുത പരതന്ത്രരായി. കൃഷ്ണൻ്റെ അത്യസാധാരണമായ യോഗശക്തി കണ്ട് തൻ്റെ തീരുമാനങ്ങളിൽ സംഭ്രാന്തി പൂണ്ട ദേവേന്ദ്രൻ അശനിപാതമേറ്റതുപോലെ സ്തബ്ധനായിപ്പോയി. ഒരു നിമിഷം പോലും വൈകാതെ പിന്മാറാൻ ഇന്ദ്രൻ മേഘങ്ങളോട് ആവശ്യപ്പെട്ടു. മേഘങ്ങളെല്ലാം പിന്മാറി. ആകാശം തെളിഞ്ഞു. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൊടുങ്കാറ്റും നിന്നു. അന്നു മുതൽ ഗോവർദ്ധനോദ്ധാരി എന്നറിയപ്പെട്ട പരമ്പൊരുളായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഗോപന്മാരെ, എല്ലാം അവസാനിച്ച സ്ഥിതിക്ക് കുട്ടികളും വസ്തുവകകളും പശുക്കളുമൊക്കെയായി ഇനി നിങ്ങൾക്ക് പോകാം. പ്രളയം അവസാനിച്ചിരിക്കുന്നു. നദികളിലെ വെള്ളം കുറഞ്ഞിരിക്കുന്നു. എല്ലാവരും അവരവരുടെ വിലപ്പെട്ട സാധനങ്ങളും പശുക്കളും മറ്റു സാധനങ്ങളുമായി സാവകാശം അവിടം വിട്ടു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം പഴയ സ്ഥാനത്തു തന്നെ തിരികെ വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ വൃന്ദാവനവാസികൾ കൃഷ്ണനെ പരമമായ ആനന്ദത്തോടു കൂടി മാറോടണച്ചു. സ്വഭാവേന തന്നെ കൃഷ്ണനോട് ഏറെ വാത്സല്യമുള്ള ഗോപിമാർ അദ്ദേഹത്തിന് തങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന തൈരും നൽകി. അദ്ദേഹത്തിൻ്റെ മേൽ നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു. നന്ദനും ശക്തരിൽ ശക്തനായ ബലരാമനും അമ്മമാരായ യശോദയും രോഹിണിയും കൃഷ്ണനെ വീണ്ടും വീണ്ടും മാറി മാറി ആശ്ലേഷിച്ചു. നൈസർഗിക വാത്സല്യ ഭാവത്തോടെ അനുഗ്രഹാശിസുകൾ അർപ്പിച്ചു. 3 ലോകങ്ങളിലെയും സകല ദേവീദേവന്മാരും ഗന്ധർവന്മാരും പുഷ്പവൃഷ്ടി ചെയ്തു. പലവിധത്തിൽ ശംഖനാദം മുഴക്കി സന്തോഷം പ്രകടിപ്പിച്ചു. ദൈവിക ഭാവത്താൽ പ്രചോദിതരായി
ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഗന്ധർവന്മാർ തമ്പുരുമീട്ടി. തുടർന്ന് ചങ്ങാതിമാരും പശുക്കളുമൊത്ത് പരമ്പൊരുളായ ഭഗവാൻ സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ഉത്കൃഷ്ടമായ സന്തോഷത്തിൻ്റെ ആധിക്യത്തോടെ ഗോപികമാർ പതിവ് പോലെ ഭഗവാന്റെ കൃഷ്ണൻ്റെ ഭാസുരമായ ലീലകൾ വാഴ്ത്തിപ്പാടി. ആ ഗാനങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊന്തി വന്നതായിരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ എന്തിനാണ് ഭഗവാൻ ഇന്ദ്രപൂജ തടഞ്ഞതും ഗോവർദ്ധന പൂജ നടത്താൻ പറഞ്ഞതും? അധികാരം കയ്യിൽ കിട്ടിയ ഇന്ദ്രൻ മതിമറന്ന് അഹങ്കരിക്കുന്നത് പരമ്പൊരുളായ ഭഗവാന് മനസ്സിലായിരുന്നു. താനില്ലെങ്കിൽ ഈ വൃന്ദാവനത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, ഇവിടെ കൃഷി നടക്കുകയില്ല, പശുക്കൾക്ക് ജലം കിട്ടുകയില്ല. ഈ വിധം ഇന്ദ്രൻ കരുതിയിരുന്നു. എന്നാൽ അവിടെ പരമ്പൊരുളായ ഭഗവാൻ വസിക്കുന്നു, ഭഗവാന്റെ സംരക്ഷണയിലാണ് വൃന്ദാവനമെന്ന് അഹങ്കാരിയായ ഇന്ദ്രൻ മറന്നുപോയിരുന്നു. അതിനാലാണ് ഭഗവാൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. അങ്ങനെ ഇന്ദ്രൻ്റെ അഹങ്കാരം തീർത്തുകൊടുത്ത് ഭഗവാൻ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, തൻ്റെ ഭക്തനായിരുന്നാൽ പോലും ചില സമയങ്ങളിൽ അഹങ്കരിച്ചാൽ അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് നടത്താൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു, ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇന്ദ്രൻ അസുരനല്ല, ദേവനാണ്. അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ടാണ് പരമ്പൊരുളായ ഭഗവാൻ അവതാരമെടുത്തത്. പക്ഷേ ദേവനായാലും അസുരൻ്റെ സ്വഭാവം കാണിച്ചാൽ അവനെ ഒന്ന് നേർവഴിക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഭഗവാൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. നമ്മൾ ഓരോരുത്തരും ഈ കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ചില സമയത്ത് നമ്മുടെ ജീവിതയാത്രയിൽ ചില അടികൾ ഭഗവാൻ തരുന്നത് നമ്മളെ നേർവഴിക്ക് നടത്താനാണ് എന്ന് ചിന്തിച്ച് പരമ്പൊരുളായ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ഉച്ചരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ശക്തിയല്ല, ഭഗവാൻ ഇച്ഛിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇന്നെനിക്ക് നിങ്ങളോട് കഥ പറയാൻ പറ്റുന്നതും നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നതും ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കി, എല്ലാം ഭഗവാന്റെ ആഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി പരമ്പൊരുളായ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, ഭഗവാന്റെ ഇഷ്ടത്തിന് പാത്രീഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാം. ഹരേ കൃഷ്ണ.